ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം 500 മീറ്റർ ആണ് നമുക്ക് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഒരു വില്ല പ്രൊജക്ട് ആണ്. നമ്മുടെ ഒരു വീടിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു നടക്കുകയാണ്. ബാക്കിയുള്ള വീടുകളൊക്കെ നമുക്കിവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണെന്ന് മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് തന്നെ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് 5 മീറ്റർ വീതിയുള്ള നല്ല വിട്ടുള്ള വഴി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 17 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് 24 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. യൂട്ടിലിറ്റി ഏരിയ കൂടാതെ വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. എല്ലാം കൊണ്ടും സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കിവിടെ ഈ ഒരു വീട് കൂടാതെ വില്ല കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ 10 സെന്റ് ലാൻഡ് ഉണ്ട്. 5 സെന്റ് വെച്ച് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ അതും ഇവിടെ അവൈലബിൾ ആണ്. 6,25,000 6.25 lakhs ആണ് പെർ സെന്റിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാർബിൾ ഹോംസിനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള റോഡ് നിങ്ങൾ കണ്ടു. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന പില്ലറാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ മതിലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് ബ്രിക്കിന്റെ മോഡലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാനുള്ളത്. കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, ഇങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കടന്നു കൂടുന്ന ഭംഗിയുള്ളൊരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബോക്സി ഷേപ്പ് ആണെങ്കിൽ പോലും അതിന്റെ മുകളിൽ ഒരു ചെറിയ എ ഷേപ്പ് വരുന്നുണ്ട്. അവിടെയൊക്കെ നല്ല ഡിഫറെന്റ് കളർ ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ടെക്സ്റ്റൈൽ വർക്കും കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ കാണാം, അവിടെയും നല്ല ബ്രിക്ക് മോഡലുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് LED ബൾബുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നിങ്ങൾ കണ്ടു കാണും. ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഗ്രാസിന്റെ വർക്കുകളും കൂടെ നമുക്കിനി ഇവിടെ പെയിന്റിംഗ് ഉണ്ട്. 2 വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു കാറിന് നേരെ ഈ പോർഷനിലേക്ക് വലിയൊരു കാറിന് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. EV വെഹിക്കിൾസ് ആണെങ്കിൽ ചാർജിംഗ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തുമാണ് നമുക്ക് സ്പേസ് കിട്ടുന്നത്. നമ്മുടെ 2 വലിയ കാറുകൾ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തൂടെയൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നിങ്ങളൊന്ന് ബാക്കിലേക്ക് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഇതേ സ്റ്റോൺസിന്റെ വർക്ക് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. വലിയൊരു ഏരിയ തന്നെയാണ്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വഴിയിലൂടെ നടന്നു വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ കിണറിന് അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. ചെറിയ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കിണർ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വർക്ക് ഏരിയയുടെ അടുത്ത് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ ഉണ്ട്. നമുക്കത് കിച്ചണിൽ നിന്ന് കുറച്ചും കൂടി അടുത്ത് കാണാവുന്നതാണ്. വർക്ക് ഏരിയയുടെ സ്പേസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ഇവിടെയും ഭംഗിയായിട്ട് സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീടിനെ റൗണ്ട് ചെയ്തിട്ട് നേരെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ ആ ഒരു സ്പേസിലേക്കാണ്. നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളും. ഭംഗിയുള്ള ഡിസൈനുള്ള ടൈലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നമുക്ക് നല്ലൊരു വലിയ സിറ്റ് ഔട്ട് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ നമുക്ക് സിറ്റ് ഔട്ട് വളരെ ചെറുതാണ് കിട്ടുന്നത്. നേരെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തേക്ക് സിറ്റ് ഔട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. 8-9ഓളം ചെയറുകളൊക്കെ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലി, മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഞാനിപ്പോൾ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ നോക്കിയാലും കാണാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് സ്റ്റീൽ ബീഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ആദ്യം തന്നെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള വൈറ്റ് കളർ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ഫ്രഞ്ച് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ നേരെ മുകളിലേക്ക് നോക്കിക്കോളൂ. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് ബാക്കിയുള്ള വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ പെർഗോള മോഡൽ ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് പെർഗോളയ്ക്ക് താഴെ ആ ഒരു പെർഗോള ചെയ്തിരിക്കുന്ന വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കാണ് ആ ഒരു വോളിന് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് താഴെ വരുന്നുണ്ട്. നമുക്ക് ലിവിംഗ് സ്പേസിന്റെ അളവ് നോക്കുവാണെങ്കിൽ 12.5-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നിങ്ങൾ കണ്ട സമയത്ത് റൂഫിലുള്ള ഒരു ഷാൻലിയർ കണ്ടിട്ടുണ്ടാവും. വളരെ ഭംഗിയായിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചുറ്റിലും വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഒക്കെ വിട്ടിട്ട് തന്നെയാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ്. ബ്ലാക്ക് കളറിലുള്ള ബോർഡാണ് TV വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ബൾബുകൾ വരുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാവുന്ന ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന നല്ല ഷെൽഫുകളൊക്കെ ആയിട്ടാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിന് വോളിന് പകരം ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ എൻട്രൻസ് നോക്കിക്കോളൂ. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് എൻട്രൻസിലുള്ള വർക്കുകളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ചസ് ഒക്കെ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ ഇവിടെയുള്ളൊരു വോള് നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ളൊരു കളർ പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് ഡെപ്തിലാണ് സ്പേസ് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് രീതിയിലുള്ള ഡെക്കറേഷൻ വർക്കുകൾ വേണമെങ്കിലും ചെയ്യാം. ഗ്രാസ് വിരിക്കാം, അതല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ അളവ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 8 അടി വീതിയുമാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന് താഴെയായിട്ട് നല്ലൊരു ക്രോക്കറി ഷെൽഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ധാരണ വർക്കാണ് പെയിന്റിംഗ് ഉള്ളത്. വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം ഇൻവെർട്ടർ വെക്കാനൊക്കെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി വരുന്ന സ്പേസും ഭംഗിയായിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും അകത്തെല്ലാം ടഫിന്റെ ഗ്ലാസുമാണ് ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വിൻഡോയും കിട്ടുന്നുണ്ട്. അതുകൂടാതെ അത്യാവശ്യം നല്ലൊരു സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും ഒക്കെ ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി വാഷ് ഏരിയ ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും സെറയിലും ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫിറ്റ് ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടാണ് വാഷ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് PVC പാനലിംഗ് ചെയ്തിട്ട് വലിയൊരു മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലുള്ള വർക്കുകൾ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇത് വെക്കാനുള്ള ഒരു സ്പേസ്, വാഷ് ബേസിൻ വെക്കാനുള്ളത് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കളറിലുള്ള ഒരു സിമെന്റ് ഫിനിഷോട് കൂടി ഗ്രേ കളറിലുള്ള ഡിസൈൻ വരുന്ന ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് പീസ് ആണ്. താഴെ നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകേണ്ടത് ഇവിടെയാണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ കാണാനുണ്ട്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു വാഷ് ബേസിന്റെ ഒരു ഏരിയ പരിചയപ്പെട്ടപ്പോൾ താഴെ നമ്മൾ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത് കണ്ടു. മുകൾ ഭാഗത്ത് നോക്കിയാലും കാണാം അവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ റൈറ്റ് സൈഡിലും കിച്ചൺ കഴിഞ്ഞുള്ള ആ ഭാഗത്തുമാണ് 2 ബെഡ്റൂമുകൾ കിട്ടുന്നത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെ നോക്കാം. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വുഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലി മഹാഗണിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5-11.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് ഇവിടെ 3 എണ്ണവും ഈ വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ LED വർക്കുകൾ, ഒരുപാട് വർക്കുകളൊന്നും വാരിക്കോരി ഇടാതെ ആവശ്യത്തിന് മാത്രം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡൻ കളർ തന്നെ, ബ്രൗൺ ആൻഡ് ആ ഒരു വുഡിന്റെ അതേ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടെ ഇതിലൂടെ ഇഷ്ടമാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ബ്ലൂ കളറിലുള്ള ലീഫി ഷെയ്ഡ് വരുന്ന, നല്ല ലീഫി ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൽ ഞാൻ പറഞ്ഞ ഫിറ്റിംഗ്സ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ജാഗ്വാറിന്റെയും ജെറയുടെയും ഒക്കെയാണ് ഫിറ്റിംഗ്സ് ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ബാത്റൂം എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസുമാണ് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള LED വർക്കുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ പാറ്റേണിലും ഡിസൈനിലും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ഗോൾഡൻ കളർ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ നല്ല സൗകര്യത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞ് നമുക്കിനി കിച്ചൺ ആണ് കാണാനുള്ളത്. വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പീസ് നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. താഴെ PVC പാനലിങ്ങുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. കുറച്ച് ഗ്രിപ്പോട് കൂടി ഭംഗിയുള്ള ഒരു ടൈലാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ കണ്ടു. അതിന്റെ അകത്തേക്കുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഇവിടേക്ക് നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഇവിടെ ധാരാളമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും കൺസേൺ ആണ് കിച്ചണിൽ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്പേസ് ഇല്ല എന്നുള്ളത്. അതുകൂടി മാനേജ് ചെയ്തിട്ട് തന്നെയാണ് കിച്ചണിന്റെ വലുപ്പത്തെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വെക്കാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ് കിട്ടുന്നത്. ഇവിടെ എല്ലാം തന്നെ ഗ്രേ കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ആണ്. ഓപ്പൺ ആയിട്ട് കാണുന്ന ഷെൽഫുകൾ ധാരാളമുണ്ട്. അവിടെയൊക്കെ ചെറിയ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. വാസ്തുപരമായിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ ഡിസൈനിലാണ് വുഡൻ വർക്കുകൾ വരുന്നത്. അതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെയും നമുക്ക് കിച്ചന്റെ സ്ലാബ് കിട്ടുന്നുണ്ട്. താഴെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കബോർഡുകളായിട്ട് തിരിക്കാവുന്നതാണ്. കിണർ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. വർക്ക് ഏരിയയുടെ അടുത്തായിട്ട് തന്നെയാണ് കിണർ വരുന്നത്. മുകൾ ഭാഗം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ താഴെ നോക്കുവാണെങ്കിൽ 2 വുഡൻ ആയിട്ടുള്ള വർക്കുകൾ അവിടെ ചെറിയ ബോക്സുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വലിയ വോൾ നോക്കിക്കോളൂ, മുകൾ ഭാഗത്തും 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇവിടെ നിൽക്കുന്ന സമയത്ത് നേരെ റൂഫിൽ നോക്കിയാലും കാണാം ഷോലൈറ്റുകൾ വരുന്നുണ്ട്. കൂടാതെ ഒരുപാട് പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഹാളാണ് കിട്ടുന്നത്. ഹാളിന്റെ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെയാണ്. ആ ഭാഗത്തേക്കും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഹാളാണ് കിട്ടുന്നത്. ഹാളിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എല്ലാം ഹാൻഡ് റെയിൽസ് വെച്ചിട്ട് സേഫ് ആക്കി ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. താഴെയായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടത്. ലിവിംഗ് സ്പേസിന്റെ നേരെ മുകളിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. സ്റ്റെപ്പ് കയറി ഞാൻ ഇവിടെ നിന്നാണ് വന്നത്. നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ ഇനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
റൂഫ് പ്ലെയിൻ ആയിട്ടാണ്, യാതൊരു വർക്കുകളും കൊടുത്തിട്ടില്ല. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട സെയിം മോഡലിലും അതേ പാറ്റേണിലും ഒക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഡിസൈനുകളൊക്കെ വരുന്ന ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് മൂന്നാമത്തെ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അതിന് തൊട്ടടുത്ത് നമുക്ക് വരുന്നത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റി സ്പേസിനകത്ത് നോക്കുമ്പോൾ നമുക്കൊരു റൂം പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെ സേഫ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ വിൻഡോസ് ഉണ്ട്. വളരെ വലിയൊരു റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള വേസ്റ്റ് വാട്ടർ ലൈനും അറേഞ്ച്മെന്റ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ചെറിയൊരു പാസേജ് പോലെ കിട്ടുന്നുണ്ട്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിൻഡോയിലൂടെ കാണാം. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് വരുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു റീഡിംഗ് ടേബിൾ പർപ്പസിന് അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു ഷെൽഫ് ഫെസിലിറ്റി കൂടി ഇവിടെ കബോർഡുകളൊക്കെ തിരിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കാണാനുള്ളത് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ബെഡ്റൂം സൈസ് സെയിം തന്നെയാണ്. 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ബെഡ്റൂമുകളിലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ ആവശ്യമില്ല. റൂഫിലെ വർക്കുകളൊന്നും. അതുപോലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് മുകളിലത്തെ 2 ബെഡ്റൂമുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. സെയിം അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയും ലീഫി ഡിസൈൻ തന്നെയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂം നല്ല സൗകര്യത്തിലാണ്. ഇവിടെയും നമുക്കിനി ഫിറ്റിംഗ്സ് മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നാലാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. വളരെ വലിയ ഒരു ഏരിയ തന്നെ നമുക്കിവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഓപ്പൺ ബാൽക്കണിയും ക്ലോസ്ഡ് ബാൽക്കണിയും കിട്ടുന്നുണ്ട്. ഈ ഒരു ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നല്ല സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ഒരുപാട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ബാൽക്കണി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഇട ആവശ്യം മഴ ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഓപ്പൺ ബാൽക്കണിയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 7-8ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീടിന്റെ വർക്കുകളെല്ലാം തന്നെ ഫിനിഷ് ആയിട്ട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള വീടുകളുടെ വർക്കുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബസ് റൂട്ടിനൊക്കെ അടുത്ത് തന്നെയാണ്. 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇനി ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് ലാൻഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 10 സെന്റ് ലാൻഡ് ഉണ്ട്. ഈ ഒരു കാണുന്ന വില്ലകളുടെയൊക്കെ അടുത്തായിട്ട് 5 സെന്റ് വരെ നമുക്ക് തീർച്ചയായിട്ടും അതും ലഭ്യമാണ്. ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 2300 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ആണ് ലാൻഡ് അളവ്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ്. ഇവിടെ 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. കിണർ വെള്ളം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ്. ഇൻഫോ പാർക്കിലേക്ക് ഈസിയാണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഇവിടുത്തെ റോഡ് നിങ്ങൾ കണ്ടു. 5 മീറ്റർ വൈഡ് റോഡാണ് വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 90 ലക്ഷം രൂപയാണ്. 90 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി തരുന്നതായിരിക്കും. വീട് നിങ്ങൾ കാണാൻ വരുന്ന നിമിഷം തുടങ്ങി ടോക്കൺ കൊടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന നിമിഷം വരെയുള്ള എല്ലാ ഹെൽപ്പുകൾക്കും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് കൂടെ ഉണ്ടായിരിക്കും. മാർബിൾ ഹോംസിന്റെ കൂടെ വീടുകൾ കാണാൻ വരുമ്പോൾ നല്ല കംഫർട്ടായ ജേർണി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീട് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.